ഹായ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഡെയിലി ഡാഷ് മലയാളം ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്ത അവസാനത്തെ വീഡിയോയുടെ ആദ്യ ഭാഗത്ത് ഞാൻ പറഞ്ഞൊരു കാര്യം അക്ഷരം പ്രതി ശരിവെക്കുന്ന രീതിയിൽ ഒരു വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. ഞാൻ എന്തായിരുന്നു ആ വീഡിയോയുടെ ആദ്യ ഭാഗത്ത് പറഞ്ഞതെന്ന് നിങ്ങളിൽ ചിലരെങ്കിലും കണ്ടിട്ടുണ്ടാവും. എന്നാലും കാണാത്തവർക്ക് വേണ്ടി ആ ഒരു ഭാഗം നമുക്ക് ആദ്യം തന്നെ ഒന്ന് കേട്ടു നോക്കാം. നമ്മുടെ നാട്ടിലാണെങ്കിലും ലോകത്താകമാനമാണെങ്കിലും ഒരു വിഭാഗം മനുഷ്യരെ അവരെ മതത്തിന്റെ പേരിലോ ജാതിയുടെ പേരിലോ നിറത്തിന്റെ പേരിലോ ഒക്കെ വേർതിരിച്ചു കാണുന്ന ചില ആളുകളുണ്ട്. അവരൊക്കെ കാലക്രമേണ മനുഷ്യവിരുദ്ധരായി മാറുന്ന ഒരു പ്രവണത കുറെ കാലമായി നമ്മൾ കണ്ടുവരുന്നുണ്ട്. യെസ്, ഞാൻ ആ പറഞ്ഞ കാര്യങ്ങൾ ശരിവെക്കുന്ന രീതിയിൽ ജർമ്മനിയിൽ നിന്നും ഒരു വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. ജർമ്മനിയിൽ ജീവിക്കുന്ന എക്സ് മുസ്ലിമായ ഡോക്ടർ താലിബ് അബ്ദുൽ മുഹസിൻ എന്ന സൗദി പൗരൻ തീവ്രവാദ പ്രവർത്തനത്തിന്റെ പേരിൽ അവിടെ അറസ്റ്റിലായിരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ജർമ്മനിയിലെ ഡോക്ടർ ആരിഫ് ഹുസൈൻ അറസ്റ്റിലായി എന്ന് സാരം. എന്നാൽ ഈ വാർത്ത നമ്മുടെ നാട്ടിലെ പ്രമുഖ മാധ്യമങ്ങളൊക്കെ ഒരു കാര്യം മറച്ചു പിടിച്ചുകൊണ്ടാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഇയാൾ ഒരു എക്സ് മുസ്ലിം ആണെന്നുള്ള കാര്യം പലരും മറച്ചു വെച്ചിട്ടുണ്ട്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിലെ തീവ്രവാദ സംഘടനയായ കാസ അവരുടെ പേജിൽ ഒരു കുറിപ്പിട്ടിട്ടുണ്ട്. അതിലും ഇയാൾ എക്സ് മുസ്ലിം ആണെന്നുള്ള കാര്യം മറച്ചു വെച്ചുകൊണ്ടാണ് അവർ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ജർമ്മനിയിലെ ക്രിസ്മസ് മാർക്കറ്റിൽ ഇസ്ലാമിക ഭീകരാക്രമണം. ജർമ്മനിയിലെ മാഗ്ഡേബർഗ് ക്രിസ്മസ് മാർക്കറ്റിൽ നടന്ന ഇസ്ലാമിക തീവ്രവാദി ആക്രമണത്തിൽ പിഞ്ചു കുഞ്ഞുൾപ്പെടെ 2 നിരപരാധികൾ കൊല്ലപ്പെടുകയും 60ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 15ഓളം പേരുടെ നില ഗുരുതരമാണ്. വെള്ളിയാഴ്ച വൈകുന്നേരമായിരുന്നു സൗദി പൗരനായ 50 വയസ്സുള്ള ഇസ്ലാമിക ഭീകരനായ ഒരു ഡോക്ടറാണ് ക്രിസ്മസ് മാർക്കറ്റിൽ ആക്രമണം നടത്തിയതെന്നാണ് ന്യൂസ് ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. യൂറോപ്പിൽ പലയിടങ്ങളിലും ക്രിസ്മസ് മാർക്കറ്റുകളിൽ കയറി സമാധാന മതക്കാർ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ജർമ്മനിയിൽ ഈ ദാരുണമായ സംഭവം ഉണ്ടായത്. ഈ തീവ്രവാദിയായ പ്രതി ഒരു എക്സ് മുസ്ലിം ആണെന്നുള്ള കാര്യം കാസക്കാർ മറച്ചു വെക്കുന്നതിന് പിന്നിൽ മറ്റൊരു കാര്യമുണ്ട്. ഈ കാസയുടെ സ്ഥാപകനായിട്ടുള്ള പീറ്ററും എക്സ് മുസ്ലിമായ ആരിഫ് ഹുസൈനും ഒക്കെ ഒരുമിച്ചാണ് ഈ ജനം ടിവിയുടെ ചർച്ചകളിൽ പങ്കെടുക്കുന്നത്. ഇവരൊരുമിച്ചാണ് വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നത്. ഇവരൊരുമിച്ചാണ് പല സ്ഥലങ്ങളിലും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ പോകുന്നത്. അതുകൊണ്ട് എപ്പോഴും ഇണപിരിയാത്ത കൂട്ടുകാരെ പോലെ തോളത്ത് കൈയിട്ട് കിടക്കുന്ന ആരിഫ് ഹുസൈനും പീറ്ററിനും ഈ രീതിയിൽ സംഭവങ്ങൾ മറച്ചു പിടിച്ചില്ലെങ്കിൽ ഇവരുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും. ഏതായാലും എക്സ് മുസ്ലിമീങ്ങളൊക്കെ വലിയ കുഴപ്പക്കാരും മാനവരാശിക്ക് തന്നെ ആപത്തായി മാറുന്ന ഒരു വാർത്ത പുറത്തു വന്നതുകൊണ്ട് പീറ്ററിനെ പോലുള്ളവരൊന്നും ഇനി ആരിഫ് ഹുസൈനെ അടുപ്പിക്കാനുള്ള സാധ്യത ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. യഥാർത്ഥ സത്യം നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ലല്ലോ. ജർമ്മനിയിലെ മഗ്ദബർഗിൽ ക്രിസ്മസ് ചന്തയിൽ കാറിടിച്ച് 2 പേരെ കൊലപ്പെടുത്തിയ ഡോക്ടർ താലിബ് എന്ന എക്സ് മുസ്ലിം ആക്രമണത്തിൽ 68 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇതിൽ 20ഓളം പേരുടെ നില ഗുരുതരമാണ്. കടുത്ത മതവിരുദ്ധ പ്രവർത്തനങ്ങളെ തുടർന്ന് 2006 സൗദി അറേബ്യയിൽ നിന്നും മുങ്ങി ജർമ്മനിയിൽ അഭയം തേടിയ ഇയാൾ ജർമ്മനിയിലെ കടുത്ത വലതുപക്ഷ പാർട്ടിയായ AfDയെ പിന്തുണയ്ക്കുന്ന ആളാണ്. ഇയാൾ സയനിസ്റ്റ് ആശയങ്ങളെയും പ്രചരിപ്പിക്കുന്നതായി സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ സൂചനകൾ നൽകുന്നു. 1974 സൗദിയിലെ ഹൊഫാഫുവിൽ ജനിച്ച ഇയാൾ 2006 മുതൽ ജർമ്മനിയിലെ സക്സണി അൻഹാൾട്ട് സംസ്ഥാനത്താണ് ജീവിക്കുന്നത്. സൗദിയിൽ തന്റെ വിശ്വാസം പ്രകടിപ്പിക്കാൻ കഴിയില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇയാൾ ജർമ്മൻ സർക്കാരിന് അഭയാർത്ഥിയാവാനുള്ള അപേക്ഷകൾ നൽകിയത്. ഇത് 2016 ജർമ്മൻ സർക്കാർ അംഗീകരിച്ചു. ഇസ്ലാമിനെ മോശം ഭാഷയിൽ വിമർശിക്കുന്ന ഇയാൾ യുദ്ധം മൂലം അറബ് രാജ്യങ്ങളിൽ നിന്നും യൂറോപ്പിലെത്തുന്ന അഭയാർത്ഥികളെയും എതിർക്കുന്നുണ്ട്. സൗദിയിൽ ഇയാൾക്കെതിരെ തീവ്രവാദ കേസുകളും പെൺകുട്ടികളെ വേശ്യാവൃത്തിക്കും മറ്റും യൂറോപ്പിലേക്ക് കടത്തിയെന്ന കേസുകളുമുണ്ട്. സൗദി ഭരണകൂടം പലതവണ ആവശ്യപ്പെട്ടിട്ടും ഇയാളെ കൈമാറാൻ ജർമ്മനി തയ്യാറായിരുന്നില്ല. ആക്രമണത്തിന് ഇയാളെ സഹായിക്കാൻ കൂടുതൽ എക്സ് മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നോ എന്ന കാര്യവും ജർമ്മൻ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ജർമ്മനിയിൽ എത്തിയ ശേഷം VR സൗദി എന്ന പേരിൽ ഇയാൾ ഒരു വെബ്സൈറ്റും നിർമ്മിച്ചിരുന്നു. അറബ് രാജ്യങ്ങളിലെയും ഗൾഫിലെയും യുക്തിവാദികളെ യൂറോപ്പിൽ കുടിയിരുത്തുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. ഈ വെബ്സൈറ്റ് വഴി സംഘടിപ്പിച്ചവരെ ആക്രമണത്തിന് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇതാണ് സത്യസന്ധമായ വാർത്ത. നമ്മുടെ നാട്ടിലെ പ്രമുഖ മാധ്യമങ്ങളെല്ലാം
എക്സ് മുസ്ലിം എന്നുള്ള കാര്യം മറച്ചു വെച്ചുകൊണ്ടാണ് വാർത്തകൾ പ്രസിദ്ധീകരിച്ചതെങ്കിലും ഇന്റർനാഷണൽ മീഡിയകളിൽ വരുന്നതിലെല്ലാം ഇയാൾ എക്സ് മുസ്ലിം ആണെന്നും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലെ അറിയപ്പെടുന്ന പ്രൊഫൈലുകളെല്ലാം ഇയാളുടെ യഥാർത്ഥ പേരും ഇയാൾ എക്സ് മുസ്ലിം ആണെന്ന് കൃത്യമായി വെളിപ്പെടുത്തിയിട്ടുണ്ട്. ജർമ്മനിയിൽ നടന്ന ഈ തീവ്രവാദ പ്രവർത്തനവും ഈ വാർത്തയും ഒക്കെ നമ്മൾ ശരിക്കൊന്ന് പഠിച്ചാൽ, ശരിക്കൊന്ന് പരിശോധിച്ചാൽ ഈ പറയപ്പെട്ട തീവ്രവാദിയായിട്ടുള്ള ഈ പ്രതി ഡോക്ടർ താലിബും ഡോക്ടർ ആരിഫ് ഹുസൈനും തമ്മിൽ ഒരുപാട് സാമ്യതകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇവർ രണ്ടുപേരും ഒരേ തൂവൽ പക്ഷികളാണ്, ഒരേ ബ്ലഡാണ്. സൗദി അറേബ്യയിൽ ജീവിക്കുന്ന കാലത്ത് ഇയാൾ എക്സ് മുസ്ലിം ആയതിനു ശേഷം അവിടുത്തെ ഇസ്ലാം മതത്തിനും മുസ്ലിങ്ങൾക്കുമെതിരെ കടുത്ത രീതിയിലുള്ള വെറുപ്പുൽപാദിപ്പിക്കുന്ന കുപ്രചരണങ്ങളാണ് ഇയാൾ നടത്തിയത്. സൗദി പോലീസിന്റെ നോട്ടപ്പുള്ളി ആയപ്പോഴാണ് ഇയാൾ അവിടെ നിന്നും മുങ്ങി ജർമ്മനിയിലെത്തിയത്. നമ്മുടെ രാജ്യം ഒരു മതേതര രാജ്യമായതുകൊണ്ട് ആരിഫ് ഹുസൈന് എക്സ് മുസ്ലിം ആയ ശേഷം മുസ്ലിങ്ങൾക്കെതിരെ വെറുപ്പുൽപാദനവും അപരമത വിദ്വേഷവും നടത്തി രാജ്യം വിടേണ്ട ആവശ്യം വന്നിട്ടില്ല. ഒരു ഇടുക്കി സ്വദേശി കൊടുത്ത കേസിൽ ആരിഫ് ഹുസൈനെതിരെ കോടതി വാക്കാൽ ഒരു പരാമർശം നടത്തിയിട്ടുണ്ട്. നിങ്ങൾ ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കുമെതിരെ നടത്തിയ പോസ്റ്റ് ചെയ്ത പല കാര്യങ്ങളും കൃത്യമായ വിദ്വേഷ പ്രചരണങ്ങളാണ്. അതുകൊണ്ട് അതെല്ലാം എത്രയും പെട്ടെന്ന് നീക്കം ചെയ്യണമെന്ന് കോടതി പ്രത്യേകം ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. രണ്ടാമതായി ഇവർ തമ്മിലുള്ള സാമ്യം പരിശോധിച്ചാൽ ഈ തീവ്രവാദിയായ താലിബ് സൗദി അറേബ്യയിൽ നിന്നും നേരെ ജർമ്മനിയിൽ എത്തിയ ശേഷം അവിടുത്തെ തീവ്ര വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടിയാണ് ഫുൾ ടൈം അയാൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ആരിഫ് ഹുസൈനും എക്സ് മുസ്ലിം ആയതിനു ശേഷം BJP RSS രാഷ്ട്രീയ പാർട്ടി സംഘടനകളെയാണ് ആരിഫ് ഹുസൈനും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സൗദിയിൽ നിന്നും ജർമ്മനിയിലേക്ക് കുടിയേറിയ ഡോക്ടർ താലിബ് ചൈനീസ് രാജ്യമായ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് നിരന്തരം പോസ്റ്റുകളും പോസ്റ്ററുകളും ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആരിഫ് ഹുസൈനും നമ്മുടെ നാട്ടിലിരുന്നു കൊണ്ട് ഇസ്രായേലിന്റെ പതാക വരെ പ്രദർശിപ്പിച്ചുകൊണ്ട് ഫലസ്തീനെതിരെയും ഫലസ്തീന്റെ മക്കൾക്കെതിരെയും കൃത്യമായ വർഗീയതയും വെറുപ്പുൽപാദനവുമാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയാം, മുസ്ലിം ആയിരുന്ന സമയത്ത് ഈ താലിബാണെങ്കിലും ആരിഫ് ഹുസൈൻ ആണെങ്കിലും ജാമിദയാണെങ്കിലും ഇവരാരും ക്രിമിനൽ പ്രവർത്തനങ്ങളിലേക്ക് പോയിരുന്നില്ല. ഇവരുടെ വാക്കുകളും പ്രവർത്തികളും ഏതെങ്കിലും ഒരു സമുദായത്തിനെതിരെയോ ഏതെങ്കിലും ഒരു വിഭാഗം ജനങ്ങൾക്കെതിരെയോ വിദ്വേഷം പ്രചരിപ്പിക്കുന്നതായിരുന്നില്ല, വെറുപ്പുൽപാദിപ്പിക്കുന്നതായിരുന്നില്ല. അവരെക്കുറിച്ച് ജനങ്ങൾക്ക് പരാതികൾ ഉണ്ടായിരുന്നില്ല. അവർക്കെതിരെ ജനങ്ങൾ പോലീസിലോ കോടതിയിലോ കേസ് കൊടുക്കുന്ന സാഹചര്യങ്ങളും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആരിഫ് ഹുസൈനെയും ജാമിദയും പോലുള്ള ആളുകളെ പിന്താങ്ങി നടക്കുന്നവരോടും പിന്തുണയ്ക്കുന്നവരോടും അവരെ പൊക്കി തോളിൽ വെച്ച് നടക്കുന്നവരോടും വളരെ സൗമ്യമായിട്ട് തന്നെ ഞാനൊരു കാര്യം പറയാം. ഏകദേശം 10-30 വർഷത്തോളം ഒരു വിശ്വാസത്തിന്റെ ഭാഗമാവുകയും ഒരു സമുദായത്തിൽ അംഗമാവുകയും ചെയ്തിരുന്നവർ ഒരു സുപ്രഭാതത്തിൽ അത്രയും വലിയ ബന്ധങ്ങൾ ഉണ്ടായിരുന്ന അവർ ആ സമുദായത്തിനെതിരെ ആ സമൂഹത്തിനെതിരെ മറ്റൊരു വിഭാഗം ജനങ്ങൾക്കിടയിൽ വലിയ അളവിലുള്ള വെറുപ്പും അപരമത വിദ്വേഷവും പ്രചരിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരെ ആക്രമിക്കാനും കൊന്നുകളയാനും മറ്റൊരു വിഭാഗം ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന വിധത്തിൽ അത്രത്തോളം വലിയ വെറുപ്പുൽപാദനവും അപരമത വിദ്വേഷവും ഇവർ നടത്തുന്നുണ്ടെങ്കിൽ നാളെ നിങ്ങളോടും ഇവർ ചെയ്യുന്നത് എന്തായിരിക്കും എന്ന് നിങ്ങൾക്കൊന്ന് ചിന്തിക്കാവുന്നതാണ്. ഈ ഡോക്ടർ താലിബിന്റെ സംഭവം വെച്ചിട്ട് തന്നെ നിങ്ങൾക്കത് വിലയിരുത്താവുന്നതാണ്. അതുകൊണ്ട് അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധം നമുക്ക് പറയാൻ കഴിയും, ജർമ്മനിയിൽ തീവ്രവാദ പ്രവർത്തനത്തിന് അറസ്റ്റിലായ ഡോക്ടർ താലിബിന്റെ സഹോദരനാണ് ഡോക്ടർ ആരിഫ് ഹുസൈൻ. അവർ രണ്ടുപേരും എക്സ് മുസ്ലിങ്ങളാണ്. അവർ രണ്ടുപേരുടെയും ചിന്തകൾ ഒന്നാണ്, അവരുടെ രണ്ടുപേരുടെയും കാഴ്ചപ്പാടുകൾ ഒന്നാണ്. അവർ രണ്ടുപേരും നടത്തിയത് ഒരേ തരത്തിലുള്ള വെറുപ്പുൽപാദനമാണ്. അവർ രണ്ടുപേരും ശത്രുക്കളായി കണ്ടത് മുസ്ലിങ്ങളെയാണ്. അവർ രണ്ടുപേരും അപരമത വിദ്വേഷം പ്രചരിപ്പിച്ചത് മുസ്ലിം സമുദായത്തിനെതിരെയാണ്. അവസാനം അവർ രണ്ടുപേരും എത്തിച്ചേർന്നിരിക്കുന്നത് മനുഷ്യത്വ വിരുദ്ധമായ പ്രവർത്തനങ്ങളിലാണ്. അതുകൊണ്ട് ജർമ്മനിയിൽ ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായി സാധനങ്ങൾ വാങ്ങാൻ തെരുവിലേക്ക് ഇറങ്ങിയ രണ്ടുപേരെ കാറിടിച്ച് കൊലപ്പെടുത്തിയ, 60ഓളം പേരെ അപകടത്തിൽപ്പെടുത്തിയ, 20ഓളം പേരെ അത്യാസന്ന നിലയിലാക്കിയ തീവ്രവാദിയായ എക്സ് മുസ്ലിമായ ഡോക്ടർ താലിബിന്റെ അതേ ചിന്തയും അതേ വിദ്വേഷ പരാമർശങ്ങളും അതേ വെറുപ്പുൽപാദനവും കേരളത്തിൽ ഇരുന്നു കൊണ്ട് നടത്തുന്ന ഡോക്ടർ ആരിഫ് ഹുസൈനെയും അതേ ഗണത്തിൽപ്പെടുത്തി കേരളത്തിലെ ഡോക്ടർ താലിബായ ഡോക്ടർ ആരിഫ് ഹുസൈനെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ നിരീക്ഷിക്കണമെന്നും ദീർഘവീക്ഷണത്തോടെ അയാളുടെ പ്രവർത്തനങ്ങൾ പോലീസും ബന്ധപ്പെട്ട വകുപ്പും പരിശോധിക്കേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം വരുന്ന ക്രിസ്മസിനോ ഓണാഘോഷങ്ങളിലോ
ഇതുപോലെ ആരിഫ് ഹുസൈനും ഒരു കാറും എടുത്തുകൊണ്ടുവന്ന്, അതല്ലെങ്കിൽ കയ്യിൽ ഒരു കത്തിയുമായി വന്ന്, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആയുധവുമായി വന്ന് സാധുക്കളായ മനുഷ്യരെ, നിഷ്കളങ്കരായ മനുഷ്യരെ നിർദ്ദയം കൊന്നുകളയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ ചിലരുടെ വീടുകളിലേക്ക് ചെല്ലുമ്പോൾ അവരുടെ ഗേറ്റിന്റെ മുൻപിൽ ഒരു ബോർഡ് കാണാം, നായയുണ്ട് സൂക്ഷിക്കുക എന്ന് പറയുന്നത് പോലെ പ്രിയപ്പെട്ട മനുഷ്യരെ, പ്രിയപ്പെട്ട മലയാളികളെ, നമ്മുടെ നാട്ടിൽ എക്സ് മുസ്ലിങ്ങൾ എന്ന തീവ്രവാദികളുണ്ട്, സൂക്ഷിക്കുക. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.